നമസ്കാരം സർ. മുനമ്പത്ത് 600 കുടുംബങ്ങളുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി അവകാശവാദം ഉന്നയിച്ചത് ചർച്ചയായിരിക്കുകയാണ്. കൂടാതെ അതിനെതിരെ പ്രതിഷേധവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇവർക്ക് ഇവരുടെ ഭൂമി തിരിച്ചു കിട്ടുമോ, അത് ഇനി വഖഫ് ബോർഡിന്റെ നിയമ ഭേദഗതികൾ വരുത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് സർ? ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമപ്രകാരം പെരിയാറിന് മുകളിലോട്ടുള്ള കേരളത്തിന്റെ കൊച്ചിയുടെ ഭാഗവും മലബാറും എല്ലാം വഖഫ് ചെയ്യപ്പെട്ടു. അതായത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ വന്നിട്ടുള്ള എല്ലാ ഏരിയാസും വഖഫിന് അവകാശപ്പെടാം. അതിന് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല, കോടതി പോകാൻ പറ്റത്തില്ല, സുപ്രീം കോടതി പോകാൻ പറ്റത്തില്ല, ഒരിടത്തും പോകത്തില്ല. അതാണ്. അപ്പം ഈവൻ ഗുരുവായൂർ അമ്പലമോ ആർത്താറ്റ് പള്ളിയോ എല്ലാം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കാണ്ടിരിക്കുന്ന പെരിയാറിന് തെക്കോട്ടുള്ള ഏരിയാസ് മാത്രമേ ഉള്ളൂ. അതായത് ട്രാവൻകൂർ മാത്രമേ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ വരാത്തുള്ളൂ. ഇനി ലീഗുകാർ ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടുള്ളതുകൊണ്ട്, ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ആയിട്ടുള്ളതുകൊണ്ട് തിരുവിതാംകൂറും അതിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളത് നിയമവിദഗ്ധർക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ ശരിക്കും ഇപ്പോഴത്തെ നിയമം അനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ധമായ ഇന്ത്യ വിരോധവും ഹിന്ദു വിരോധവും കൊണ്ടു നടന്ന കുറെ ആൾക്കാരാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ പറഞ്ഞ മുനമ്പം ചെറായി ഏരിയയിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഏതാണ്ട് എന്തെല്ലാം ഉരുട്ടി കൊടുക്കും. പപ്പു വന്നു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ കട അവിടെ തുറക്കും, പിന്നെ അവർക്ക് എന്ന് ഊഞ്ഞാലാടിയാൽ മതി, ചുമ്മാ എല്ലാ സാധനവും ഫ്രീ ആയിട്ട് വീട്ടിൽ കൊടുക്കും, റിമോട്ടുമായിട്ട് വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെയാണ് ആ പാവങ്ങൾ ധരിച്ചു വെച്ചത്. പക്ഷേ പപ്പുവിന് അധികാരം കിട്ടാതിരുന്നിട്ട് പോലും ഈ വഖഫ് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്വന്തം വീടും പറമ്പും വരെ സ്നേഹത്തിന്റെ കടക്കാർ കൊണ്ടുപോകുന്ന അവസ്ഥയെത്തി. ഇന്നത്തെ ദിവസം വരെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാറ്റാൻ ഈ വിക്ടിംസ് തയ്യാറല്ല. പക്ഷേ ഒന്ന് രണ്ട് വൈദികരും ഒന്ന് രണ്ട് മെത്രാന്മാരും ഒക്കെ ഈ കാര്യത്തിൽ കുറച്ച് കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം കൊടുക്കുകയും പാർലമെന്ററി കമ്മിറ്റിക്ക് നിവേദനം കൊടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ വഖഫ് എന്ന് പറയുന്നത് എന്തോ സമത്വ സുന്ദര സംഭവമാണ്, വേറെ എന്തൊക്കെയോ ചക്കരയാണ്, തേനാണ്, പാലാണെന്നൊക്കെയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരള കോൺഗ്രസും ഒക്കെ ഇരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഭയാനകമായ കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ 5ഓളം ക്രിസ്ത്യൻ എംപിമാർ, അവിടുത്തെ എം പി അടക്കമുള്ള ഹൈബി ഈഡനുള്ള അടക്കമുള്ള ആൾക്കാർ, കേരള കോൺഗ്രസ്സുകാർ, ക്രിസ്ത്യൻ സംഘടനകളായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ്, KCYM, ഇവരെല്ലാം പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണ്. 2 മാസമായിട്ട് പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണ്. വഖഫിന്റെ എതിർക്കാനോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ബില്ലിനെ സപ്പോർട്ട് ചെയ്യാനോ ഇവരാരും തയ്യാറല്ല. ഇവരിപ്പോഴും മണിപ്പൂർ എന്നും പറഞ്ഞ് BJPയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതിന്റെ സത്യം മനസ്സിലാക്കി, അതായത് 1947 ഡിവിഷൻ പ്രകാരം വഖഫ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലീഗലാണ്. കാരണം വഖഫ്, അതായത് ഇന്ത്യയെ മുഴുവൻ വഖഫാക്കി വീതം വേണമെന്നാണ് ഇവര് ജിന്നയും മുസ്ലിം ലീഗും ഒക്കെ അന്ന് പറഞ്ഞത്. ഓക്കെ, വീതം വെച്ച് വഖഫാക്കി പാകിസ്ഥാനും ബംഗ്ലാദേശും കൊടുത്തു. അപ്പോൾ തന്നെ ഇന്ത്യയിൽ പിന്നെ 1 സെന്റ് ഭൂമിയോ 1 പ്രോപ്പർട്ടിയോ വഖഫില്ല, വഖഫ് പാടില്ല. 1947 ഡിവിഷൻ പ്രകാരം പാകിസ്ഥാനും ബംഗ്ലാദേശും വഖഫാക്കി കൊടുത്തു ബ്രിട്ടീഷുകാർ, മുസ്ലിം രാജ്യമായിട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പിന്നെ വഖഫില്ല. പിന്നെ വഖഫ് കൊണ്ടിരുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും തുടങ്ങിയുള്ള ആൾക്കാർ ഇന്ത്യക്കകത്ത് പിന്നെയും വഖഫ് ഉണ്ടാക്കി. ദാറ്റ് മീൻസ് ഇന്ത്യക്കകത്ത് പിന്നെ ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കി. ഇതിൻ്റെ അകത്ത് സംശയിക്കപ്പെടേണ്ട വേറൊരു ഭരണഘടനാ സ്ഥാപനവും കൂടിയുണ്ട്, നമ്മുടെ സുപ്രീം കോടതി. മിണ്ടാട്ടമില്ല, സുപ്രീം കോടതിക്കും മിണ്ടാട്ടമില്ല. ഇവിടുത്തെ ആരുടെ ഭൂമിയും ഇവർക്ക് എടുക്കാവുന്ന രീതിയിൽ പാർലമെന്റ് നിയമം ഉണ്ടാക്കിയിട്ട് ഇത് ഭരണഘടനയ്ക്കുള്ളിൽ വരുമോ, ഇത് ഭരണഘടനയുടെ ഇതിൽ വരുമോ എന്ന് സുപ്രീം കോടതി ഇന്ന് വരെ അതിന്റെ സാധുത പരിശോധിച്ചിട്ടില്ല. ഗവൺമെന്റ് ഈ നിയമം ഉണ്ടാക്കി, ബാക്കി എല്ലാത്തിനും സുപ്രീം കോടതിക്ക് ഭരണഘടനാ സാധുത പരിശോധിക്കണം. ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കുന്നു, ഭരണഘടനാ സാധുത പരിശോധിക്കുന്നു. അങ്ങനെ വലിയ ആർഭാടമായിരുന്നു. വഖഫിന്റെ കാര്യത്തിൽ ഈ 1947 തുടങ്ങി ഇത്രയും ദിവസം വരെ ഭരണഘടനാ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് പേടിയാണോ നാണമാണോ അതെയോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നുള്ളത് ഇതുവരെ അറിയത്തില്ല. അപ്പോ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു നിയമനിർമ്മാണം ദുഷ്ടലാക്കോട് കൂടി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന 1947 ഡിവിഷന്റെ സ്പിരിറ്റിനെ അട്ടിമറിക്കുന്ന ഒരു നിയമനിർമ്മാണം കോൺഗ്രസ്സുകാർ 3-4 പ്രാവശ്യം ചെയ്തിട്ടും അതിനെ ആരും കോടതി ചോദ്യം ചെയ്തിട്ടില്ല. കോടതിക്ക് അതിനൊന്നും പറയാനില്ല. മറ്റുള്ളവരുടെ സ്വത്തുക്കൾ വഖഫിന് എങ്ങനെ വേണേ തിരിച്ചു പിടിക്കാം. ജുഡീഷ്യൽ റെമഡി ഇല്ലാതെ എങ്ങനെയാണ് ഈ നിയമം ഉണ്ടായത്? ഏത് നിയമത്തിനും ജുഡീഷ്യൽ റെമഡി ഉണ്ട്. അപ്പൊ ഈ ജുഡീഷ്യൽ റെമഡി ഇല്ലാതെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ സുപ്രീം കുറെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതായത് നിയമം അനുസരിച്ച് ജാമ്യത്തിന് അർഹതയില്ല, പക്ഷെ 15 മാസം കടന്നു, 20 മാസം കടന്നു,
അത് അനീതിയാണെന്നും പറഞ്ഞ് നിയമത്തെ കോടതി ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഇപ്പൊ ജാമ്യം കൊടുക്കുന്നുണ്ട് ഒത്തിരി പേർക്ക്. പൊളിറ്റിക്കൽ നേതാക്കന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല. പൊളിറ്റിക്കൽ നേതാക്കന്മാർക്കെല്ലാം അങ്ങനെ ജാമ്യം കൊടുത്തു. ഇപ്പൊ നിലവിലുള്ള നിയമത്തെ, മണി ലോണ്ടറിങ് ആക്ടിനെ മറ്റുള്ള ആക്ടുകളെ എല്ലാം UAPA എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജാമ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില സ്ഥലത്ത് നിയമത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സുപ്രീം കോടതിക്ക് അറിയാം. പക്ഷെ ഈ കേസിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ സുപ്രീം കോടതി കൈകെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് നിയമം മാറ്റാൻ തീരുമാനിച്ചപ്പം ആ നിയമത്തെ സപ്പോർട്ട് ചെയ്യേണ്ട കടമ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. ഇതേ പ്രശ്നം തന്നെയാണ് ജലീല് ബില്ല് അവതരിപ്പിച്ചു. മറ്റേ മദ്രസ പഠിപ്പിക്കുന്നവർക്കും കുട നന്നാക്കുന്നവർക്കും എല്ലാവർക്കും IAS-കാരുടെ സാലറി, ശമ്പളം, മരണാനുകൂല്യം, പിന്നെ പിള്ളേരെ കെട്ടിക്കാനുള്ള ആനുകൂല്യം, പെരവെക്കാൻ കാശ്, പലിശയില്ലാത്ത ലോണ്. കാരണം പലിശയില്ലാത്ത ലോണേ പറ്റത്തുള്ളൂ അവർക്ക്. ഈ മറ്റേ പലിശ കൊടുത്താൽ അത് ഹറാമാ. അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുത്താൽ നമ്മൾ പലിശ കൊടുത്ത് മുടിഞ്ഞോണം, അവർക്ക് പലിശയില്ല. അപ്പൊ ഈ രീതിയിലുള്ള വൻ ആനുകൂല്യങ്ങൾ പറയുന്ന ഒരു ബില്ല് ജലീൽ നിയമസഭ, അതിപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിൽ, ജലീൽ ബില്ല് അവതരിപ്പിക്കുന്നത്. ബാക്കി ഏകദേശം 120ഓളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൈ രണ്ടും കാലിന്റെ ഇടയ്ക്ക് തിരികെ പേടിച്ചിരിക്കുക നിയമസഭയിൽ. ഓർത്തോണം, കേരള നിയമസഭയുടെ അവസ്ഥയാ. ഒരു മതക്കാരന് ഖജനാവിലെ സ്വത്ത് മുഴുവൻ ചോർത്തി കൊടുക്കുന്ന ഒരു ബില്ല് ഒരു മന്ത്രി അവതരിപ്പിക്കുമ്പോൾ, ഇതിനു മുമ്പിലത്തെ പിണറായി മന്ത്രിസഭയിൽ നടന്ന കാര്യമാണ്. ആർക്കും ഒന്നും പറയാനില്ല, ഇത് തെറ്റാണെന്ന് പോലും പറയാനില്ല, ബാക്കി എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയാനില്ല. ഇപ്പൊ ഏകദേശം 11,000 മദ്രസയാണ് കേരളത്തിൽ. അവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ. കേരളത്തിൽ KSRTC-കാരന് കൊടുക്കാൻ ശമ്പളമില്ല, ബാക്കിയുള്ളവർക്ക് പലർക്കും ശമ്പളമില്ല, ആനുകൂല്യമില്ല. പക്ഷെ മദ്രസക്കാരന് യാതൊരു പ്രശ്നവുമില്ല, എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതേ അഭ്യാസം തന്നെയാണ് വഖഫിന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത്. ആരുടെ സ്വത്തും ഇവർക്ക് തോന്നുകയാണ് ഇത് പണ്ട് ഒരു സുൽത്താന്റെ ആയിരുന്നു, വേറെ ആരുടെയും ആയിരുന്നു എന്ന് പറഞ്ഞ് ഇവരെ എടുക്കുന്നു. ഇതിന്റെ ഇപ്പൊ ഒരാൾ നുണ പറഞ്ഞാൽ നമുക്ക് കോടതി കൂടെ പരിഹാരമുണ്ട്, ഇതിന് കോടതിയിൽ പരിഹാരമില്ല. ഇത് ഒരു സാധാരണക്കാരൻ മാത്രമല്ല, അംബാനിയുടെ സ്വത്തിന് വരെ, അംബാനിയുടെ വീട് വരെ ഇവരെടുത്തിരിക്കുക. സക്കീർ നായിക്കും പാർട്ടിയും കൂടി അതിന് ക്ലെയിം ഇട്ടിരിക്കുകയാണ്. മറ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുമാണ്. പക്ഷെ കേരളത്തില് പാവപ്പെട്ട ക്രിസ്ത്യാനി, ലത്തീൻ കത്തോലിക്കന്റെ പള്ളി, അവന്റെ വീടും കാര്യങ്ങളും എല്ലാം ഇവരെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അവർ പറയുന്നത് ഇത് ബൂമറാങ് ആവും. ഇത് പൊതുജന വികാരം വന്നപ്പം പറയുന്നത് ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഔദാര്യപ്രകാരം ഞങ്ങൾ ഇത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന പോലെ ആലോചിക്കാം എന്ന് പറഞ്ഞാൽ കുറച്ചു നാളത്തേന് ഞങ്ങൾ മെജോറിറ്റി ആകുന്നിടം വരെ നിങ്ങൾ വേണേ വെച്ചോ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് അറിയാം. അതിന് പുറമെ അതിനകത്ത് ഒരു മൗലവി ഒരു ആരോപണം ഉന്നയിച്ചു. ക്രിസ്ത്യാനികൾക്ക് കോളേജുകളും സ്കൂളുകളും ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയതാണ് എന്നൊക്കെ. ഇതൊക്കെ വെറും നുണയാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ പള്ളിയും സ്ഥലവും ഇരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ ദാനം കൊടുത്ത സ്ഥലത്തായിരിക്കുന്നത്. അവരാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്തൊന്നുമല്ല. ബ്രിട്ടീഷുകാർ പോയപ്പം ആ സ്ഥാപനങ്ങൾ ട്രസ്റ്റിന്റെ പേരിലോട്ട് വന്നു. ആ ട്രസ്റ്റിന്റെ ഓണർ, ഒരു ക്രിസ്ത്യൻ സ്ഥാപനം ഇറക്കുന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റിന്റെ ഓണർ നിയമപരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അതിന്റെ ഓണർ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അല്ലാണ്ട് അവിടെ പാകിസ്ഥാനോ ബോംബ് സ്ഫോടനോ വേറെ പരിപാടിയൊന്നുമില്ല ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ. അത് ഈ മുള്ള മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വീതം ചോദിച്ച് എങ്ങോട്ടും പോയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഞങ്ങൾ സ്ഥലം എടുത്തുകൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഞങ്ങൾ 2000 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അത് ഞങ്ങളുടെ സ്ഥലമാണ്. അത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ തന്നതാണ്. ഇപ്പോഴത്തെ ഹിന്ദു രാജാവായ നരേന്ദ്രമോദിജി അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും നോക്കി ആരും മനിക്കണ്ട. അതുകൊണ്ട് പാകിസ്ഥാൻ ചോദിച്ചിട്ട് പാകിസ്ഥാനിലെ ലാൻഡ് ഷെയറും വാങ്ങിച്ച് അവിടെ വഖഫാക്കിയിട്ട് അങ്ങോട്ട് പോകാത്തവരെ അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള തന്റെ ഇടവും നന്മയും കേന്ദ്ര ഗവൺമെന്റ് കാണിക്കണം. ഇവിടെ ഇന്ത്യയിൽ വഖഫ് എന്ന് പറയുന്ന ഒരു സാധനം നിയമവിരുദ്ധമാണ്. 1947 ഡിവിഷൻ അനുസരിച്ച് അതനുസരിച്ചുള്ള നിയമനിർമ്മാണം പാർലമെന്റ് കൊണ്ടുവരണം. മാത്രമല്ല, ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടുന്ന് സ്വത്ത് ഉപേക്ഷിച്ച് പാകിസ്ഥാനിലോട്ട് പോയവരുടെ സ്വത്തെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിനെയാണ്. അത് ഇവിടുത്തെ SC ST OBC EWS വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കൊടുക്കണം. കാരണം ഇതെല്ലാം ഇവിടുത്തെ ഹിന്ദു പാവപ്പെട്ടവനെ പറ്റിച്ചുണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനം, ഈ അന്യായമായിട്ട് പിടിച്ചെടുത്തിട്ടുള്ള സംഭവം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കണം. പാകിസ്ഥാൻകാരുടെ എനിമി പ്രോപ്പർട്ടിയാണ്, കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചെടുക്കണം. അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഇവര് പറയും ഇവരുടെ ഈ വിറപ്പിയിലും ഇവരുടെ ഈ കോടതി ആണ് ഇതിനെ ഇച്ചിരി സൈഡിൽ നിന്ന് സഹായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കോടതിയെ കൂടെ ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കുകയോ നിയന്ത്രിക്കുകയോ എന്താണ് ഭരണഘടന ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ അത് ചെയ്യണം. കാരണം ഇത് വലിയൊരു അന്യായമാണ്. ഇന്ത്യക്കകത്ത് ഇനി ഒരു പാകിസ്ഥാൻ കൂടെ ഉണ്ടാകാൻ ഒരു കാരണവശാലും ഉത്തരവാദിത്തപ്പെട്ടവർ സമ്മതിക്കാൻ പാടില്ല. കോൺഗ്രസ് ചെയ്ത ഈ വിഭജനത്തിന് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ബുദ്ധന്മാരെയും ജൈനന്മാരെയും എല്ലാം കൊന്നു ബലാത്സംഗം ചെയ്ത് ഇല്ലാണ്ടാക്കി. അതേ പരിപാടി തന്നെയാണ് ഈ പരിപാടിയിലൂടെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇനി അവർ ജീവിക്കണ ജിസ്യ ടാക്സ് കൊടുക്കണം. ജിസ്യ ടാക്സ് എത്രയാണെന്നറിയോ? മൈമുന ബീഗം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പം 10 ലക്ഷം രൂപയുടെ ടാക്സ് 9,20,000 രൂപയായിരുന്നു. ഇപ്പോഴത്തെ ടാക്സ് വെറും 3 ലക്ഷം. 10 ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴത്തെ ടാക്സ് വെറും 3 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ 10 ലക്ഷം രൂപയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ടാക്സ് 9,20,000 രൂപയായിരുന്നു. അതാണ് ജിസ്യ ടാക്സ്. അത് കൊടുത്ത് എത്ര പേർക്ക് ജീവിക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു അപകടമാണ്. ഇന്ത്യക്കകത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു ആറ്റം ബോംബാണ് ഈ സംഭവം. എന്താണേലും ഈ വഖഫ് ബില്ല് കൊണ്ടുവന്ന BJPയെ അഭിനന്ദിക്കുന്നു. വഖഫ് ബോർഡ് കൊണ്ടുവന്ന BJPയെ പിന്തുണയ്ക്കുകയും പാർലമെന്റിനെ പിന്തുണയ്ക്കുകയും ഇന്ത്യൻ ഗവൺമെന്റിനെ ഇന്ത്യൻ ആർമിയെയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നിയമം, മറ്റുള്ളവരുടെ സ്വത്ത് അന്യായമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നിയമം, പണ്ടങ്ങാണ്ടോ ഒരു സുൽത്താൻ ഇതിലെ വന്നു, അയാൾ വഖഫാക്കി എന്നൊക്കെ പറഞ്ഞുള്ള കഥയുണ്ടാക്കിയിട്ട് പിടിച്ചെടുക്കുന്ന പരിപാടി എന്താണെങ്കിലും നിർത്തുക. അതുപോലെ ഒറ്റ കാര്യം, ഇതിന്റെ പേരിൽ ക്രിസ്ത്യാനിയെ ആക്ഷേപിക്കാനോ ക്രിസ്ത്യാനിയുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനോ ശ്രമിച്ചാൽ അത് കൃത്യമായിട്ട് ചെറുക്കപ്പെടും. ഗവൺമെന്റിനോട് കൂടി നിന്ന് തന്നെ ചെറുക്കപ്പെടും. അല്ലാതെ അതിന് അച്യുതാനന്ദൻ നിസാർ കമ്മിറ്റി ഉണ്ടായിരുന്നു, നിസാർ കമ്മിറ്റി എഴുതി വെച്ചു. അങ്ങനെ ഇവർ ഒത്തിരി പാലോളി കമ്മിറ്റി, നിസാർ കമ്മിറ്റി, ഒത്തിരി കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജിഹാദി കമ്മിറ്റികൾ ഒത്തിരി ഉണ്ട്. അതിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ല. സച്ചാർ എന്ന് പറഞ്ഞൊരുത്തിനെ കൊണ്ട് കുറെ കള്ളത്തരം എഴുതി വെപ്പിച്ചു. ബാനർജി എന്ന് പറഞ്ഞൊരുത്തിനെ കൊണ്ട് കുറെ കള്ളത്തരം എഴുതി വെപ്പിച്ചു. അപ്പൊ ഈ കമ്മീഷനുകൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ മൊത്തം കേന്ദ്ര ഗവൺമെന്റ് നൾ ആൻഡ് വോയിഡ് ആയിട്ട്, അതിനെ അസാധുവായിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. ഈ കള്ള കമ്മീഷനുകൾ പാർട്ടികളും ജിഹാദികളും പറയുന്ന അതേ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് കാരണം നീതി ലഭ്യമാക്കണം. അവർ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ള, ഇപ്പൊ ഈ ചെറായി മുനമ്പത്തുള്ളവരൊക്കെ കോൺഗ്രസിനും പപ്പുക്കാരും ഒക്കെ വോട്ട് ചെയ്തവരാണ്. എന്നാൽ പോലും അവർക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സഭ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ശക്തമായ തീരുമാനം, ഇതിനുവേണ്ടി ചാനലിൽ പോകുന്ന സഭാപ്രവർത്തകരും അച്ഛന്മാരോ ബിഷപ്പുമാരോ ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ശക്തമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. രണ്ടു വള്ളത്തെ കാലി ചവിട്ടി നിൽക്കരുത്. പപ്പൂക്കാന്റെ സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നത് വഖഫാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ള സാധനം അല്ല. പപ്പൂക്കാന്റെ സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നത് ടക്കിയ ആണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ളതല്ല. അത് കൃത്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.